അസ്സലാമു അലൈക്കും. മോളെ കാണാനുള്ള ധൃതിയുണ്ടായിരുന്നു ജുനൈസിന്. കോളിംഗ് ബെൽ അടിച്ച് പുറത്ത് കാത്തു നിൽക്കുമ്പോഴും ഉവൈസുണ്ടല്ലോ എന്ന ആശ്വാസമാണ്. എന്നാലും കുറച്ച് നിമിഷങ്ങൾ അവനെവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ അക്ഷമനായി ഫോണെടുത്ത് ഉവൈസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ് ആണ്. ഇനി ഇവിടെ ഇല്ലേ? പോർച്ചിലെ ശൂന്യതയിൽ മുഖമൊന്ന് മങ്ങിയെങ്കിലും പുറത്ത് ചെരുപ്പുകൾ അടുക്കി വെച്ചിടത്ത് കണ്ണെത്തിയതും ഒരാശ്വാസം തോന്നി. അകത്ത് ആളുണ്ട്. ജനൽ തുറക്കുന്ന ശബ്ദം കൂടെ ആരാ എന്നൊരു ചോദ്യവും. അവൻ തിരിഞ്ഞു നോക്കി. ഉവൈസില്ലേ ഇവിടെ? അകത്തെ ശബ്ദത്തിന് നേരെ തിരിഞ്ഞു നോക്കി. ഉവൈസ്ക ഇവിടെ ഇല്ല. ആരാന്ന് പറഞ്ഞില്ല? മാഷി തിരികെ ചോദിച്ചു. ഉവൈസ് എവിടെ പോയതാ? അവിടുത്തെ എവിടേക്കെങ്കിലും പോയതാണോ? അതറിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറുന്ന് ഫ്രഷായി വന്ന് മോളെ എടുക്കാമല്ലോ എന്നാണെന്ന് ചിന്തിച്ചത്. അല്ല, നിങ്ങൾ ആരെന്ന് പറഞ്ഞില്ല? ഉവൈസകയെ തിരികെ ഇവിടെ ആരും വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു പരിചയക്കാരും ഉവൈസകയ്ക്ക് ഈ നാട്ടിലില്ല. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയേണ്ട ആവശ്യമില്ല. പിന്നിതാരാ? പുറത്ത് സെക്യൂരിറ്റി കണ്ടില്ലേ ഇയാളെ? എന്ത് പറഞ്ഞാൽ ഇയാളെ ഇങ്ങോട്ട് വന്നത്? സംശയം നിറഞ്ഞ മാഷിയുടെ മനസ്സ് സംശയം കൊണ്ട് നിറഞ്ഞു. അവളുടെ വീണ്ടുമുള്ള ചോദ്യത്തിൽ തന്നെ പന്തികേട് തോന്നി ജുനൈസ്. ഞാൻ അപ്പുറത്ത് ജുനൈസാണ്, വീടിൻ്റെ ഓണർ. പേര് പറഞ്ഞാൽ ഇനി അറിയില്ലെങ്കിൽ എന്ന് കരുതിയാണ് ഓണർ എന്ന് കൂട്ടിച്ചേർത്തത്. മോളെ കൊണ്ടുപോവാൻ ഉവൈസ് ഇപ്പോൾ വരുമോ? ആളുടെ വൈഫുണ്ടോ? അവർക്ക് എന്നെ പരിചയമുണ്ട്. ഒന്ന് വിളിച്ചാൽ. മറുപുറം നിൽക്കുന്നത് തന്നെ പരിചയമില്ലാത്ത ആളാണെന്ന് മനസ്സിലായി അവന്. ഉവൈസിൻ്റെ വൈഫിന് തന്നെ അറിയുകയും ചെയ്തു. വാച്ചിലേക്ക് നോക്കി അവൻ. സമയം കടന്നു പോകുന്നു. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണം. അതിനു മുമ്പ് അത് കുളിച്ച് ഫ്രഷാക്കണം. മോൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് അവളുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. എല്ലാത്തിനും കൂടി 1 മണിക്കൂർ. അപ്പോഴേക്കും തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ എത്തണം. അതിനിടയ്ക്ക് ചോദ്യത്തിനുള്ള സമയം ഒട്ടുമില്ല. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉപ്പയാണെന്ന് അറിഞ്ഞപ്പോൾ അവളൊന്നും മൂളി. മോളുണർന്നിട്ടില്ല. ഇപ്പോൾ ഉണർത്തണോ? അവളെ കുറച്ചു മുന്നേ പാലും കൊടുത്ത് ഉറക്കിയിട്ട് അടുക്കളയിലേക്ക് കയറിയതായിരുന്നു മാഷി. അപ്പോഴാണ് ബെല്ലടിച്ചത്. മോളെ ഉണർത്താൻ മടി തോന്നി അവൾക്ക്. ഒരു ഉമ്മയുടെ ആവലാതി പോലെ. എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. മോളെയും കൂടെ കൊണ്ടുപോകണം. ഒന്ന് എടുത്തു കൊണ്ടു തന്നാൽ മതി. സമയം തീരെയില്ല. അവനും അക്ഷമനായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അതേ കോലം. ഒന്ന് നോക്കിയപ്പോൾ തന്നെ അവളുടെ മുഖം ചുളിഞ്ഞു. ഈ കോലത്തിനാണോ നിങ്ങൾ കുഞ്ഞിനെ എടുക്കാൻ വരുന്നത്? കുഞ്ഞിന് ഇന്നലെ തന്നെ ചെറിയ ചൂടുണ്ടായിരുന്നു. അതിനൊപ്പം നിങ്ങളും കൂടി അതിനെ എടുത്താലേ വല്ല അസുഖവും പിടിക്കും. അവൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പോഴാണ് അവനും ഡ്രസ്സിലേക്ക് നോക്കുന്നത്. ശരിയാണ്, ഹോസ്പിറ്റലിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണ്. ഒന്ന് കുളിക്കുക പോലും ചെയ്തിട്ടില്ല. എങ്കിലേ ഞാനൊന്ന് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും മോളെ ഒന്ന് ഉണർത്തി തരുമോ? ഞാൻ വേഗം വരാം. അവളുടെ മറുപടി കാക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. സമയം തീരെ കുറവെന്ന ബോധം മനസ്സിൽ അലട്ടുന്നുണ്ട്. കാറിൽ കയറി വേഗം വീട്ടിലേക്ക് പോയി. നടന്നു പോകാനേ ഉള്ളൂ എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കാൻ അതാണ് സൗകര്യം. മുറ്റം നിറയെ ഇലകൾ പൊഴിഞ്ഞു കിടപ്പുന്നുണ്ട്. ഒരു അഭംഗി പ്രകടമാകുന്നുണ്ട് എല്ലായിടവും. താക്കോലിട്ട് ഡോർ തുറക്കുന്നതിനിടയിൽ സെക്യൂരിറ്റി റൂമിൽ വിളിച്ച് പുറംപണിക്ക് വരുന്ന ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞേൽപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെയും ഓരോ ദിവസം ഇടവിട്ട് പുറം വൃത്തിയാക്കാനും പറഞ്ഞു. കോൾ കട്ട് ചെയ്ത് നേരെ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറ്റി അതൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാൻ എടുത്തിട്ടു. വേഗം തന്നെ കുളിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശപ്പ് തോന്നിയിരുന്നു. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് കരുതിക്കൊണ്ടാണ് അടുക്കളയിൽ കയറിയത്. മോൾക്കുള്ള ബിസ്ക്കറ്റും 2-3 ആപ്പിളും ഇരിപ്പുണ്ട്. വേഗം ആപ്പിളെടുത്ത് ജ്യൂസ് അടിച്ചു. മോൾക്ക് വേണ്ടി കുറച്ചെടുത്ത് കുപ്പിയിലുമാക്കി. ബാക്കി അവൻ കുടിച്ച് 2 ബിസ്ക്കറ്റും കഴിച്ചു. വിശപ്പ് മാറിയില്ലെങ്കിലും തൽക്കാലം ഒരു ആശ്വാസം പോലെ തോന്നി. പിന്നെ മോളുടെ കുറച്ച് ഡ്രസ്സും ഡയപ്പറും പനിക്കുള്ള മരുന്നും എടുത്തു വെച്ചു. അവൾക്കുള്ള 1-2 കളിപ്പാട്ടങ്ങളും. അവളെയും കൊണ്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊരു ഐഡിയ ഇല്ലെങ്കിലും അവളെ കൂടെ തന്നെ നിർത്തണം. ആരെയും ബുദ്ധിമുട്ടിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. മോളെ കാണാതിരിക്കാനും പറ്റുന്നില്ല. അവൾക്ക് ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസമേ തനിക്ക് ഉണ്ടാവുമായിരുന്നില്ല. നൈഷുവിനെ ഓർത്തതും അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഡോറും ലോക്ക് ചെയ്ത് ഇറങ്ങിയതും പുറംപണിക്കുള്ള ചേച്ചി വന്നിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാറിൽ കയറി. മോൾക്കുള്ള കുറുക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വണ്ടിയിൽ ഇരുത്തി കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. മാഷിതയുടെ വീടിന് മുമ്പിലെത്തിയതും അകത്ത് മക്കളുടെ ബഹളങ്ങൾ കേൾക്കാം. കാറിൻ്റെ സൗണ്ട് കേട്ട് മൂത്ത 2 പുറത്തേക്ക് ഇറങ്ങി വന്നു. വാവി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതല്ലേ? മോൾ മുഖം വീർപ്പിച്ച് നോക്കി.
ഒന്ന് ചിരിച്ചു കൊടുത്ത് കയ്യിലിരുന്ന ചോക്ലേറ്റ് ബോക്സ് അവർക്ക് മുന്നിലേക്ക് നീട്ടി. എനിക്ക് വേണ്ട. മൂത്തവൾ പിണക്കം പറഞ്ഞ് തിരിഞ്ഞു നടന്നു. രണ്ടാമൻ വാങ്ങണോ വേണ്ടോ എന്ന് ശങ്കിച്ച് നോക്കുന്നുണ്ട്. വാങ്ങിച്ചോടെ ചെക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കവിളിലൊന്ന് നുള്ളിക്കൊണ്ട് ആ കൈകളിലേക്ക് ചോക്ലേറ്റ് ബോക്സ് വെച്ച് കൊടുത്തു. അപ്പോഴും മൂത്തവൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. അല്ല വാവയുടെ ഇത്താത്ത ഇതെന്താ പിണങ്ങി നിൽക്കുക? ആളുടെ മുഖം തിരിച്ച് തനിക്ക് നേരെയാക്കി ജുനൈസ്. എന്നിട്ടും അവിടുത്തെ പിണക്കത്തിന് കുറവൊന്നുമില്ല. അവിടുത്തെ ഉപ്പപ്പാക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിരുന്നോ? ഹേ, അതിനവൾ തലയാട്ടി. അപ്പോൾ വാവയെ കാണണമെന്ന് ഉപ്പപ്പ പറയുമ്പോൾ വാവയെ കൊണ്ട് കാണിക്കാതെ പറ്റുമോ? അതിനവൾ ഇല്ല എന്ന പോലെ തലയാട്ടി. ഗുഡ് ഗേൾ, അവളുടെ തലയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വാവയെ കൊണ്ടുപോട്ടെ? ഉപ്പപ്പാൻ്റെ വാവൊക്കെ മാറുമ്പോൾ കൊണ്ടുവന്ന് ഇത്തത്തയുടെ കയ്യിൽ വെച്ച് തരാട്ടോ. അവളെ സമാധാനിപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞു നിർത്തുമ്പോൾ എന്തൊക്കെയോ മനസ്സിലായി എന്ന പോലെ അവളൊന്ന് ചിരിച്ചു. കുഞ്ഞിനെ ഒരുക്കി അവളുടെ ഫീഡിംഗ് ബോട്ടിലൊക്കെ ഒരു ചെറിയ ബാഗിൽ വെച്ച് ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു കുഞ്ഞിഡ്ഡലിയും വേവിച്ച് ക്യാരറ്റും കൂടി എടുത്തു വെച്ചു. വഴിയിൽ വെച്ച് വിശന്നാതെ എടുത്തു കൊടുക്കുമല്ലോ. വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ട്. മാഷിയുടെ മുഖത്ത് ഉമനീർ ചാലിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു നിർവൃതി തോന്നി മാഷിക്ക്. ഇനിയും അവളെ നോക്കുന്നതിൽ ഒരു വിഷമമില്ല. പക്ഷെ അവളുടെ ഉപ്പ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മാഷി മോളെ ഹാളിലേക്ക് കൊണ്ടുവന്നു. വാതിൽ പടിക്കടുത്ത് അവളെ ഇരുത്തി. അവന് മുന്നിൽ ചെല്ലാനും കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിക്കാനും അവൾക്ക് മടി തോന്നി. മക്കളോട് സംസാരം നിർത്തി അകത്തെ വാതിൽ നോക്കുന്നേരം ചിരിയോടെ ഒരാൾ കൈപ്പൊക്കി കാണിക്കുന്നുണ്ട്. തലയിലെ ബോംബ് മുതൽ പിരികവും കണ്ണും ചുണ്ടും അവളുടെ കുഞ്ഞുടുപ്പും കാലിലെ ഷോക്സും ഷൂവും ഒക്കെ നോക്കിപ്പോയി ജുനൈസ്. ഫുൾ സ്ലീവ് പിങ്ക് ബനിയനും അതിനൊത്ത പാൻറ്റും. കവിളിൽ വട്ടക്കുത്തിൽ വല്ലാത്തൊരു ആകർഷണം തോന്നി അവന്. ഉപ്പാൻ്റെ വാവെവിടെ? ചിരിയോടെ മോൾക്കരികിലേക്ക് നടക്കുമ്പോൾ അവളെ ഇത്രയും നല്ലതുപോലെ നോക്കിയ മാഷിതയ്ക്ക് അവൻ ഹൃദയത്തിൽ നന്ദി പറഞ്ഞു. ഇതേ സമയം ഹോസ്പിറ്റലിലെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയോട് അടുത്തിരുന്നു. കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൂടെ മാഹിനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉവൈസിക്ക. ഉവൈസിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ സുഹൈലയും ചിരിയോടെ അവരെ നോക്കി നിന്നു. ഹോസ്പിറ്റലിലേക്ക് വന്ന ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ അവളുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഡോക്ടേഴ്സും അവിടുത്തെ ഫുൾ ടീംസും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. ആ ഒരു പിടിവള്ളിയിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് സുഹൈല. മാഹീനെ യാത്രയാക്കി തങ്ങൾക്ക് അനുവദിച്ച റൂമിലേക്ക് പോയി രണ്ടാൾക്ക് താമസിക്കാൻ സൗകര്യപ്രദമായി പറ്റുന്ന അറ്റാച്ച്ഡ് റൂമാണ്. ഫാമിലി കട്ടിലും വാർഡ്രോബും ഒരു സൈഡിൽ കോർണർ സെറ്റിയും ഒരു ബുക്ക് ഷെൽഫും അടങ്ങിയതാണ് റൂം. കൊണ്ടുവന്ന ഡ്രസ്സുകൾ ഓരോന്നായി എടുത്തു വെച്ച് സുഹൈല. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറകിലൂടെ വന്ന് പുണർന്നു നിന്നു ഉവൈസ്. തൽക്കാലേ ഒരു ഹെൽപ്പും വേണ്ട, ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഒരു കുഞ്ഞു ക്ഷീണം പോലെ അവൻ്റെ കൈക്ക് മുകളിലൂടെ കൈ കോർത്ത് വെച്ച് അവൾ. തനിക്കെന്ത് തോന്നുന്നു? ഇപ്പോഴും ടെൻഷനുണ്ടോ തനിക്ക്? അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി പിടിച്ചു. എനിക്ക് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ട്. ആ നെഗറ്റീവ് ഫീൽ മാറിയതുപോലെ. ഒരു കുഞ്ഞു മുഖം മാത്രം മനസ്സിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പഠിച്ചോൻ തരും ഉവൈസിക്ക, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ആത്മവിശ്വാസത്തിൻ്റെ ചിരി. ഡോക്ടർ പറഞ്ഞതും അതാണ്. രണ്ടാളുടെയും ടെസ്റ്റ് റിസൾട്ടിൽ ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. ഇനി ചെയ്യാനുള്ളത് ടെൻഷൻസ് ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കുകയും കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് ബോഡി ഹെൽത്തിയാക്കി വെക്കുകയും ചെയ്യുക എന്നതാണ്. ഓരോ ആളുകൾക്കും അവരുടെ ഹെൽത്ത് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 3 ഡോക്ടർമാരുണ്ട്. അതുകൂടാതെ മോട്ടിവേഷൻ, ഡയറ്റ്, ജിം പോലെയുള്ള കാര്യങ്ങളും പ്രകൃതി ചികിത്സയും. മനസ്സുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിനൊരുങ്ങി ഇരുവരും. കൂടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും. കാറ്റടിച്ചാൽ ഉറങ്ങിപ്പോകുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ മോൾ വേഗം ഉറക്കമായി. ബാക്ക് സീറ്റിൽ അവളെ കിടത്താനുള്ള സൗകര്യമുണ്ട്. മോളെ കിടത്തി പതുക്കെയാണ് വണ്ടി ഓടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഉണർന്നിട്ടില്ല എന്ന് നോക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നത്.
ഹോസ്പിറ്റലിൽ ഉപ്പയുടെ റൂമിൽ എത്തിയപ്പോൾ ഉമ്മ ICUവിൽ പോയെന്നും അവിടെ ഡോക്ടർ വിളിച്ചിരുന്നെന്നും പറഞ്ഞു ഉപ്പ. മോളെ ഉപ്പക്കരികിൽ കിടത്തി നേരെ ഡോക്ടറെ കാണാൻ പോയി. എമർജൻസിയായി ഒരു സർജറി കൂടെ വേണം. ICUവിനടുത്ത് കൺസൾട്ടിംഗ് റൂമിൽ ചെന്ന് കയറിയതും കേൾക്കുന്നത് അതാണ്. ഉമ്മ മുന്നിലിരുന്ന് കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയാത്ത പോലെയുള്ള ഉമ്മയുടെ പെരുമാറ്റം ആദ്യമായി കാണുകയാണ്. എല്ലാത്തിനും കഴിവുണ്ടെന്ന് തനിക്ക് മുൻപിൽ ഓരോ നിമിഷവും പറയുന്ന ആളാണ്. നിന്റെ ഉമ്മയെപ്പോലെ കഴിവ് കെട്ടവളല്ല ഞാനെന്ന് എത്രയോ തവണ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തിനാണിതൊക്കെ മനസ്സിൽ വന്നതെന്നറിയില്ല. ഒരു സ്ക്രീനിൽ എന്ന പോലെ അങ്ങ് തെളിഞ്ഞു വരും. അടുത്ത ഹാഫ് അവറിനുള്ളിൽ സർജറി നടത്തണം. ഇനിയും താമസിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് 1.5 ലക്ഷം പേയ്മെൻറ്റ് ചെയ്തോളൂ. ബാക്കി ഡിസ്ചാർജിൻ്റെ ടൈമിൽ മതിയാകും. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ OTയിലേക്ക് മാറ്റും. അപ്പോൾ ശരി. സർജറിക്ക് സമ്മതമാണെന്നും അതിൻ്റെ കാര്യങ്ങൾ ഉടനെ ചെയ്യാമെന്നും പറഞ്ഞ് ഉമ്മയെ കൂട്ടി റൂമിലേക്ക് നടന്നു. ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞ് വേഗം തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് തിരിച്ചു വന്നു. മോളെപ്പോഴേക്കും ഉണർന്നിരുന്നു. ഉമ്മ അവളെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആള് അടുക്കുന്നില്ല. ഉപ്പയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അവളെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട്. ആഹാരം കൊടുത്തിട്ട് കഴിക്കാതെയും നിർബന്ധം പിടിച്ചും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നടക്കേണ്ടി വന്നു. ഉപ്പാക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ടെൻഷൻ അടിച്ച് BP കൂട്ടരുതെന്നും. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ വരച്ച കരിയൊക്കെയും പടർന്ന് ഡ്രസ്സിലും മുഖത്തിലും ഒക്കെ ആയിട്ടുണ്ട്. കടയിൽ നിന്നും ജ്യൂസോ മറ്റോ വാങ്ങാമെന്ന് വെച്ചാൽ അവിടെ നിന്നും മാറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ കുറുകെ പിടിച്ച് നെഞ്ചിൽ മെല്ലെ ചേർത്ത് തട്ടിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടന്നു. പതിവില്ലാതെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങുന്നതും വാ തുറന്ന് ഷർട്ടിൻ്റെ ഭാഗം നുണയുന്നതും ദേഷ്യം പിടിച്ച് കൈക്കൊണ്ട് നെഞ്ചിൽ അടിക്കുന്നതും ആദ്യമായി കണ്ടു. ഇതുവരെയും ഇല്ലാത്ത പോലെ. അവൾ വീണ്ടും നെഞ്ചിൽ എന്തോ പരുതി. കയ്യിലെ പാൽക്കുപ്പി വായിൽ വെച്ച് കൊടുത്തിട്ടും കുടിക്കാതെ വീണ്ടും നെഞ്ചിൽ മുഖമൊലിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു അവൾ. 3 മണിക്കൂർ നീണ്ട സർജറി കഴിയുമ്പോൾ മോളെയും കൊണ്ട് ജുനൈസ് ആകെ പെട്ടുപോയിരുന്നു. വീടും റൂമും ഒക്കെയായി കഴിഞ്ഞു പോയവൾക്ക് അവിടുത്തെ കാഴ്ചകളും ശബ്ദങ്ങളും ഒന്നും പിടിക്കാത്ത പോലെ. സർജറി കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റുമ്പോൾ കാണാൻ ഉമ്മയും കൂടെ വന്നിരുന്നു. അവനെ കണ്ടതേ ഉമ്മ കരച്ചിൽ തുടങ്ങി. എൻ്റെ മോനെ, ഒന്ന് കണ്ണു തുറന്ന് ഉമ്മാനെ നോക്കടാ. സ്ട്രക്ചറിനൊപ്പം നടന്ന് പണം പറയുന്നവരെ ആശ്വസിപ്പിക്കാൻ പോകുമാവാതെ ജുനൈസ് തളർന്നു പോയിരുന്നു. ICU വരെ പോയി ഉമ്മ തിരികെ വരുമ്പോഴും അവനും മോളും കസേരയിലിരിക്കുന്നുണ്ട്. കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. ജുനൈസേ, ഉപ്പയെ ഡിസ്ചാർജ് ചെയ്യാൻ എല്ലാം ശരിയായിട്ടുണ്ട്. കണ്ണുനീർ തുടച്ച് അവരവൻ്റെ മുഖത്തേക്ക് നോക്കി. വീട്ടിൽ പോകാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഇവിടെ നിന്നാൽ ടെൻഷൻ കൂടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല എനിക്ക്. അവനടുത്ത കസേരയിൽ അവനും തളർച്ചയോടെ ഇരുന്നു. ചില വേദനകൾ വേണ്ടി വന്നു അവർക്ക് ജുനൈസിനോട് മിണ്ടാനും അവൻ പറയുന്നത് കേൾക്കാനും. മോളെയും എടുത്ത് വീണ്ടും റൂമിലേക്ക് നടന്നു അവൻ ഉപ്പാൻ്റെ അടുത്ത് അവളെ കിടത്തി. ഇപ്പോഴും ഉറക്കമാണ്. ഉറങ്ങിത്തെളിയട്ടെ. അപ്പോഴേക്കും ബില്ലൊക്കെ അടച്ചിട്ട് വരാം. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാതെ ഇറങ്ങി നടന്നവനെ ഉപ്പ തിരികെ വിളിച്ചു. വല്ലതും കഴിച്ചിട്ട് പോ മോനെ. സ്നേഹം പൊതിഞ്ഞ വാക്കുകൾ. അപ്പോഴേക്കും ഉമ്മ ഒരു പാത്രത്തിൽ അവന് വേണ്ടി വിളമ്പി തുടങ്ങിയിരുന്നു. എത്രയോ തവണ ഞാൻ കൊതിച്ചതാണിത്. അവർക്കൊപ്പം സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും. പക്ഷെ ഒന്നും നടന്നില്ല. ആഗ്രഹങ്ങൾ കുന്നുകൂടി എന്നല്ലാതെ ഉപ്പയോളം ആരും എന്നെ ചേർത്ത് പിടിച്ചതുമില്ല. ഉമ്മ നീട്ടിയ ഭക്ഷണപാത്രം ഒരു മടയും കൂടാതെ വാങ്ങിക്കഴിച്ചവൻ. അല്ലെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ ജുനൈസിന് കഴിയില്ല. സ്വന്തം വേദനിച്ചാലും താൻ കാരണം ആരും വേദനിക്കരുത് എന്നേയുള്ളൂ അവനെ. പക്ഷെ ആരും അത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. കഴിച്ച പാത്രം അവനെക്കൊണ്ട് കഴുകിക്കാതെ ഉമ്മ അത് വാങ്ങിയിരുന്നു. അതിൽ തന്നെ കുറച്ച് ചോറ് വിളമ്പി അവരും കഴിച്ചു. ഷുഗറിനുള്ള മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കഴിക്കണം അവർക്ക്. ഇന്നിപ്പോൾ കുറച്ച് വൈകി ശരീരം വിറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിച്ചു കഴിഞ്ഞ് ഗുളികയും കഴിച്ചിട്ട് അവരൊന്ന് കിടന്നു. ഈ ആശുപത്രിവാസമൊന്നും പറ്റാത്ത പോലെ. മാഷി, വല്ലതും കഴിക്കാനെടുക്കടേ, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. വന്നു കയറിയതും ഷൂ ഊരി എറിഞ്ഞ് അകത്തേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ മാഹിൻ വിളിച്ചു പറഞ്ഞു. ഇങ്ങെത്തിപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ കഴിക്കുന്ന കാര്യം മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. പക്ഷെ വാതിൽക്കലെത്തിയതും വിശപ്പിൻ്റെ വിളി സഹിക്കുന്നതിലും അപ്പുറമായി തോന്നി അവന്. മുന്നിലിരിക്കുന്ന മക്കളെ ഒന്ന് നോക്കി ചിരിച്ച് അടുക്കളയിലേക്ക് നടന്നു. പുറകെ മാഷിയും. ചോറിൻ്റെ മുകളിൽ തന്നെ കറിയും ചീരയും പപ്പടവും എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ നിന്നും തന്നെ കുറച്ച് എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അവൻ.
രാവിലത്തെ സുഹൈലാൻ്റെ ചിക്കൻ പെരട്ടാണ് ഉച്ചക്കും എടുത്തത്. അതിന് നാളെ വരെ എടുക്കാൻ പാകത്തിനുണ്ട്. അതിൻ്റെ കൂടെ മക്കൾക്ക് വേണ്ടി കുറച്ച് പരിപ്പ് കറിയും വെച്ചിരുന്നു അവളെ. മാഹീന് പരിപ്പ് കറി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിക്കൻ കറി മാത്രം എടുത്തു. എന്തെങ്കിലും അവിയലോ ഉപ്പേരിയോ നിർബന്ധമാണ് അവന്. അവസാനം അല്പം മധുരം കൂടി കഴിച്ചാലേ ഒരു സുഖമുള്ളൂ. മാഷി, ഇവിടെ എന്തെങ്കിലും മധുരമുണ്ടോ? ഹൽവയോ ജിലേബിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തേക്ക് മാഷി. വിശപ്പ് നാറി തുടങ്ങിയതും പ്ലേറ്റിൽ നിന്നും കണ്ണെടുത്ത് അവളെ നോക്കി. അല്ലെങ്കിലും വിശപ്പ് കൂടുമ്പോൾ ഭക്ഷണത്തിന് രുചി കൂടും. ആ രുചിയിൽ ഒരു വറ്റുപോലും ബാക്കിയാക്കാതെ കഴിച്ചെഴുന്നേറ്റു അവൻ. കൂടെ അവളെ നോക്കി ഒരു ചിരിയും കൊടുത്തു. അത്രയ്ക്ക് ആശ്വാസം തോന്നി അവന്. പാത്രവും കഴുകി വെച്ച് ഹാളിലേക്ക് വരുമ്പോൾ മക്കൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കയ്യിലേക്കൊന്ന് പാളി നോക്കുന്ന മുസമ്മിനെ കണ്ടതും അവന് ചിരി വന്നു. എന്നിട്ടും കാണാത്ത പോലെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുമ്പോൾ മൂത്തവൾ അവനെ ഒന്ന് ചുരണ്ടി. എന്തോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ലേ മാമ? അവൾക്ക് പിന്നെ മുസമ്മിനെ പോലെ നാണം കുണുങ്ങി ഇരിക്കലൊന്നുമില്ല. ചോദിക്കേണ്ടതൊക്കെ സ്പോട്ടിൽ ചോദിച്ചു വാങ്ങും. അതുകൊണ്ട് അവളെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അവളോട്. വേറൊരു ഇഷ്ടം മുസമ്മിനോടും. കാറിൽ വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. അവർക്ക് വേണ്ടി കുറച്ച് കളിപ്പാട്ടങ്ങളും സ്വീറ്റും വാങ്ങി വെച്ചിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വാങ്ങിയത് കൊണ്ട് മറന്നില്ല. തിരികെ വരുമ്പോൾ വിശപ്പ് കൊണ്ടൊന്നും ഓർമ്മയിലില്ലായിരുന്നു. അപ്പുറത്തെ മോളെവിടെ? ഉറക്കായോ? ഇന്നലെ രാത്രി ഒന്ന് കരഞ്ഞിരുന്നു. പിന്നെ അവളുടെ കരച്ചിൽ ഉറക്കം കൂടി ഒക്കെ ആയപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. ഇനി നല്ലതുപോലെ ഒന്ന് പരിചയപ്പെട്ടേക്കാമെന്ന് കരുതി. അത് മോളുടെ ഉപ്പ വന്നിരുന്ന ഇക്കാക്ക. അദ്ദേഹം രാവിലെ വന്ന് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്കാണെന്നാ പറഞ്ഞത്. കുറച്ച് ദിവസം പിടിക്കും അവിടുന്ന് വരാനെന്നൊക്കെ. ആണോ? എന്നാലും നീ ആ കുട്ടിയെ എങ്ങനെ മെരുക്കിയെടുത്ത് മാഷി? അങ്ങോട്ട് പോകുന്ന വഴിയിലും ഉവൈസിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനവളൊന്ന് ചിരിച്ചതേയുള്ളൂ. അതിലെ രഹസ്യം പുറത്തു പറയാൻ അവൾക്ക് തോന്നിയില്ല. ഞാനൊന്ന് കിടക്കട്ടെ മാഷി, വൈകിട്ട് എനിക്ക് തിരിച്ചു പോകണം. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? മക്കൾക്ക് സ്നാക്സൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഇനി ഒന്നും വേണ്ട ഇക്കാക്ക, എല്ലാം ആവശ്യം പോലെ ഇവിടെ ഉണ്ട്. ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഉവൈസിക്ക വണ്ടി ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞിട്ടോ. നിനക്കെന്തെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വന്നാൽ എടുക്കാം. ദാ ഇതിൻ്റെ കീ. പോക്കറ്റിൽ നിന്നും കീ എടുത്ത് അവളുടെ കയ്യിലേൽപ്പിച്ചു. ഓർമ്മയുടെ ഒരു കടലിരിമ്പം അവളുടെ കണ്ണുകൾ തെളിഞ്ഞു. വേണ്ടായിരുന്നു. അത് വാങ്ങാൻ മടിച്ചവൾ മുഖം തുടച്ചു. ഇനിയും ഈ ഒതുങ്ങിയിരിപ്പ് പറ്റില്ല മാഷി. മക്കളുടെ ഓരോ കാര്യങ്ങൾക്കും നീ പുറത്തിറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് റെഡിയായി ഇരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ദാ ഇത് പിടിക്ക്. ഇവിടെ ഓടിച്ചു നോക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. 1-2 ദിവസം കുറച്ച് നേരം ഓടിച്ചു നോക്കി. പിന്നെ ഫുൾ ടാങ്കാണ്. തീരുന്ന പോലെ നീ നോക്കിക്കോ. ക്യാഷൊക്കെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യം പോലെ ചിലവാക്കാനുള്ളതാ. അല്ലാതെ പിടിച്ചു വെച്ചും മടി പിടിച്ചും ഇനി ഈ മക്കളെ വിഷമിക്കാൻ പാടില്ല. അവർ നല്ല രീതിയിൽ തന്നെ വളരണം. പിന്നെ മോൾക്കുള്ള അഡ്മിഷൻ എടുക്കാനൊക്കെ ഞാൻ കൂടെ വരാം. തൽക്കാലം ഇത്രയും മതി. ഞാനൊന്ന് കിടക്കട്ടെ. കുഞ്ഞുമോനെയും എടുത്ത് അവൻ റൂമിലേക്ക് നടന്നു. ഉപ്പ, മോള് നിർബന്ധം വല്ലതും കാണിച്ചാൽ അപ്പുറത്തെ വീട്ടിൽ കൊടുത്താൽ മതി കേട്ടോ. അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊപ്പം ഇരുന്നോളും. ഉമ്മയും ഉപ്പയും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മോളെ അവർ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഉമ്മയും വന്ന് നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് അവരെ യാത്രയാക്കി. അവർ പോയതും മോളെ ഓർത്തായ ടെൻഷൻ. വാട്സാപ്പിൽ ഉവൈസിൻ്റെ വോയിസ് കേട്ടത് ഓർമ്മ വന്നു. കൂടെ മാഷിതയുടെ നമ്പറും. വാട്സാപ്പ് തുറന്ന് അവളുടെ നമ്പർ സേവ് ചെയ്തു. അതിലേക്ക് ഡയൽ ചെയ്തു. ജുനൈദ്. ഒരാശ്വാസം. അവളുടെ മോളെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കാം. ഇപ്പോൾ അതിനെ പറ്റുള്ളൂ. റിങ് തീരാറായതും മറുപുറം കോൾ കണക്റ്റായി. ഹലോ മാഷിത. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ഒന്ന് പരിഭ്രമിച്ചു മാഷി. ആ പേടിയും നിറച്ച് തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ മാഷിത, ഞാൻ ജുനൈസാണ്. ഫോൺ കണക്റ്റ് ആയതും അവൻ പേര് പറഞ്ഞാണ് തുടങ്ങിയത്. ഇനി അതിലൊരു പേടി അവൾക്ക് വേണ്ട. എന്നിട്ടും മറുപുറം മറുപടി ഇല്ലാതെ വന്നപ്പോഴാണ് വീണ്ടും സംസാരിച്ച് തുടങ്ങിയത്. ഡോ, ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. വീടിൻ്റെ ഓണർ. തനിക്ക് മനസ്സിലായോ? അവളുടെ മൗനം ഇനി തന്നെ മനസ്സിലാവിഞ്ഞിട്ടാണോ എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ പറഞ്ഞത്. മാഷിത, തനിക്ക് കേൾക്കാലോ. ഒരു മടിയുമില്ലാത്ത അവൻ്റെ സംസാര രീതിയിൽ അവൾ മെല്ലെ മൂളി. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോളെ കുറച്ച് ദിവസം കൂടി നോക്കാൻ പറ്റുമോ? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം നീർത്തു പോയിരുന്നു. അനിയന് ഇന്നൊരു സർജറി ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിഞ്ഞത് തന്നെ. മോള് കുറച്ച് കരച്ചിലൊക്കെ ആയി. സർജറി കഴിഞ്ഞപ്പോഴും ഉപ്പ ഡിസ്ചാർജായി. അപ്പോൾ മോളെ അവർക്കൊപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മയ്ക്കൊപ്പം അവൾക്ക് നിന്ന് പരിചയമില്ല. ഉപ്പ കുറച്ചു നേരം അവളെ നോക്കുകയും ഒക്കെ ചെയ്യെങ്കിലും
എല്ലാ സമയവും അവൾ എനിക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. തൻ്റെ അടുത്ത് അവൾ ഓക്കെയാണെന്ന് ഉവൈസ് പറഞ്ഞിരുന്നു. തനിക്ക് പറ്റുമോ കുറച്ച് ദിവസങ്ങൾ? എപ്പോഴും വേണ്ട, ഒന്ന് കരഞ്ഞാലോ നിർബന്ധം പിടിച്ചാലോ ഒന്ന് നോക്കിയാൽ മതി. ബുദ്ധിമുട്ടാകുമെന്നറിയാം, എന്നാലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അവൻ സംസാരം നിർത്തി. അവളുടെ മറുപടിക്കായി കാത്തുനിന്നു. ഞാനേ നോക്കാം, അത്രമാത്രം പറഞ്ഞു അവൾ. ആ മറുപടിയിൽ അവന് സമാധാനം വന്നില്ല. ശരിക്കും അവൾ സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത് എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എടോ, ബുദ്ധിമുട്ടാണെങ്കിൽ തുറന്നു പറയുന്നതിൽ വിഷമമൊന്നും വേണ്ടട്ടോ. തൻ്റെ മറുപടിയിൽ അത് നല്ല മനസ്സോട് തന്നെയാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇയാൾക്കിതെന്താണ്? നോക്കാമെന്ന് പറഞ്ഞാൽ നോക്കാമെന്ന് തന്നെയല്ലേ അർത്ഥം? അവളെ മനസ്സിൽ പിറുപിറുത്തു. എന്താ? അവളുടെ അടക്കം പറച്ചിലുകൾ വ്യക്തമാകാതെ അവൻ ചോദിച്ചു. മോളെ നോക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. നിങ്ങൾ വരുന്നതുവരെ എൻ്റെ മോളെപ്പോലെ ഞാൻ നോക്കിക്കോളാം. ഇനിയും മനസ്സിലാവാതെ ഉണ്ടോ എന്ന് ചിന്തിച്ച് തന്നെയാണ് അവൾ പറഞ്ഞു നിർത്തിയത്. താങ്ക്സ് മാഷിദ, താനുണ്ട് എന്ന ധൈര്യത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ശരിയടോ എന്ന് പറഞ്ഞ് അവളുടെ മറുപടി കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം മാഹീൻ ഇറങ്ങാൻ നേരമാണ് ഹോസ്പിറ്റലിൽ നിന്നും അവർ എത്തിയത്. മോളുടെ കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാം. കുഞ്ഞുമോനെ മാഹീൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ വേഗത്തിൽ ചെറിയ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും കാറ് മുന്നോട്ട് പോയിരുന്നു. ഇക്കാക്ക, ഞാൻ മോളെ ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ വരാം. നടത്തത്തിന് വേഗത കൂട്ടി മാഷി അങ്ങോട്ടേക്ക് നടന്നു. ഉപ്പയുടെ കയ്യിലിരുന്നാണ് കരച്ചിൽ. നടന്നു വരുമ്പോൾ തന്നെ അവൾക്കത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഉമ്മ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും വണ്ടി തിരിച്ചു പോകും വരെ ഒന്ന് സ്പീഡ് കുറച്ച് നടന്നു. ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത വന്നതും അവർക്ക് മുന്നിൽ ചെന്ന് നിന്നപ്പോഴാണ്. എങ്ങനെയുണ്ട് ഉപ്പ? അതാണ് ആദ്യം വായിൽ നിന്ന് വന്നത്. അദ്ദേഹം ചിരിയോടെ ഇപ്പോൾ കുറവുണ്ട് മോളെ എന്ന് പറഞ്ഞു. അവളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ മോളെ തിരിഞ്ഞു നോക്കി. പിന്നെ ഒട്ടും വൈകാതെ അവളുടെ നേർക്ക് കൈനീട്ടി കരഞ്ഞു തുടങ്ങി. കണ്ണ് നിറഞ്ഞു പോയി മാഷിയുടെ. ഞാൻ എടുത്തോട്ടെ? ഒരു അനുവാദത്തിനായി ചോദിച്ചുകൊണ്ട് മറുപടിക്ക് മുമ്പ് തന്നെ അവളെ കയ്യിലേക്ക് എടുത്തു വെച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി തോളിലേക്ക് ചാഞ്ഞു കിടന്ന കുഞ്ഞ്. അവളെ പാലുവിട്ടാനും കരയില്ലടോ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനും തോന്നി മാഷിക്ക്. എങ്കിലും സമയവും സന്ദർഭവും മാനിച്ച് അവളെ തോളിലേക്ക് കിടത്തി ചെറുതായി തട്ടിക്കൊടുത്തു അവൾ. അപ്പോഴേക്കും സാധനങ്ങളുമായി അകത്തേക്ക് പോയ ഉമ്മ ഉപ്പയെ തിരക്കി വന്നു. അവളെ കരച്ചിൽ നിർത്തിയോ എന്ന ചോദ്യമാണ് അവരിലേക്ക് ശ്രദ്ധ എത്തിച്ചത്. അവരെ നോക്കിയെന്ന് ചിരിച്ച് മാഷി. മോളുടെ കരച്ചിൽ കേട്ടപ്പോൾ പിന്നെ ഇവിടുത്തെ വിവരം അറിയാൻ വന്നതാ. ജുനൈസ് വിളിച്ചതോ മോളെ നോക്കണമെന്ന് പറഞ്ഞതോ ഒന്നും അവരോട് പറയാൻ തോന്നിയില്ല അവൾക്ക്. മോള് കയറി വാ. ഇവള് വണ്ടി എടുത്തിടം തൊട്ട് കരച്ചില്ല. തിന്നാൻ കൊടുത്തിട്ടും വേണ്ട, കുടിക്കാനും വേണ്ട. എന്തൊരു കൊച്ചാണോ എന്തോ. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായിരുന്നു. അവൾക്ക് ഇവിടെയല്ലേ പരിചയമുള്ളൂ, അതിൻ്റെയാവും. ഉപ്പ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. മോള് വാ, ഞാൻ ചായ വല്ലതും എടുക്കട്ടെ? വേണ്ടുമ്മ, ഇക്കാക്ക് വീട്ടിലുണ്ട്. ആൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മോളെ കരച്ചിൽ കേട്ടത്. അതാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. മോളെ ഞാൻ കൊണ്ടുപോട്ടെ? ഉമ്മ കുറച്ചു നേരം കിടക്കേ. അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ മോളെ, നിന്നെക്കൊണ്ട് പറ്റുമോ 2 പൈതങ്ങളെ നോക്കാൻ? അവർക്കൊന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. എങ്കിലും അവർക്ക് മുമ്പിൽ ചെറുതാവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടുള്ള ചോദ്യം. അതിലൊന്നും കുഴപ്പമില്ലുമ്മ, അവിടെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇവളിരുന്നോളും. അവർ സമ്മതം പറഞ്ഞതും മാഷി മോളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.